പ്ലേക്ക് എന്ന് പറയും. ഇതിൽ നിന്നും പിന്നെ ക്യാൻസറിലേക്ക് വലിയ ദൂരമില്ല. അതുപോലെ സാധാരണ സംസാരിച്ചു പോകുന്നൊരു മനുഷ്യന് ഒച്ചയടപ്പ് വരുന്നു. സാധാരണ സ്വനപേടകത്തിലെ ഒരു അസുഖം വന്നാൽ, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് 5-7 ദിവസം കൊണ്ട് നമുക്ക് മാറിക്കിട്ടും. പക്ഷേ ഇത് അവിടെ നിന്ന് മാറാതെ ഒച്ചയടപ്പിങ്ങനെ സ്ഥിരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആദ്യം ചെയ്യേണ്ട ഇത്രയുള്ള തൊണ്ടയ്ക്കാവുമെന്ന് നോക്കുക. ഗായകർക്കും അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സ്വനപേടകത്തിൽ ചെറിയ ചെറിയ മുഴകൾ, നൊഡ്യൂൾസ് വരാറുണ്ട്. നമ്മളതിനെ ടീച്ചേഴ്സ് നൊഡ്യൂൾ അല്ലെങ്കിൽ സിംഗേഴ്സ് നൊഡ്യൂൾ എന്ന് പറയും. അത് നിരുപദ്രവകാരിയായിട്ടൊരു സാധനമാണ്. അതിനെ തോണ്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശബ്ദം നേരെയാകും. പക്ഷേ അതല്ലാതെയുള്ള ഒച്ചയടപ്പ്, തൊണ്ടയ്ക്കിലെ എന്തോ ഒരു ഫോറിൻ ബോഡി, എന്തോ ഒരു ബാഹ്യവസ്തു ഇരിക്കുന്നത് പോലെയുള്ള ചില ഒരു തോന്നലൊക്കെ വരുമ്പോഴും ആൾക്കാർ ഇതും വെച്ചുകൊണ്ടൊരു പോക്ക് പോകും, എങ്ങും കാണിക്കുകയില്ല. അതുപോലെ തന്നെ മാരടം. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പെൺകുട്ടി അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി മുതിർന്ന ഒരു സ്ത്രീ, മുതിർന്ന ഒരു പുരുഷനായിട്ട് മാറാൻ ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലൈംഗിക ഹോർമോണുകളാണ്. ഒരു ഭ്രൂണം നമ്മൾ നോക്കി നോക്കി എത്രയോ ദ്രുതഗതിയിലാണോ വളരുന്നത്, അതുപോലെയൊരു വളർച്ച ജീവിതത്തിൽ ഇനി ഒരിക്കൽ കൂടെ സാധ്യമാണ്. ആ പ്രായത്തിൻ്റെ പേരാണ് കൗമാരം. അവിടെ ഈ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണം ആര് എന്ന് ചോദിച്ചാൽ ലൈംഗിക ഹോർമോണുകൾ. അത്തരം ഹോർമോണുകളുടെ രാസഘടന എന്ന് പറയുന്നത് സ്റ്റീറോയിഡ്സ് ആണ്. സ്റ്റീറോയിഡുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം ഇത്രയേ ഉള്ളൂ, കോശ വളർച്ചയെ കൂട്ടുക. മാരടവും ഗർഭപാത്രത്തിലെയും കോശങ്ങൾ ദ്രുതഗതിയിൽ വളരുന്നത് കൊണ്ടാണ് നമ്മളൊരു സ്ത്രീയായിട്ട്, ഒരു മുതിർന്ന സ്ത്രീയായിട്ട് മാറുന്നത്. ആൺകുട്ടികളെ സംബന്ധിച്ചുള്ള മാംസപേശികളെ കരുത്തുറ്റതാവുന്നതും നീളം വർദ്ധിക്കുന്നതും ലൈംഗിക അവയവങ്ങളുടെ വലിപ്പം കൂടുന്നതുമെല്ലാം ഇതേ പ്രക്രിയ തന്നെയാണ്. ഇതേ സെക്സ് ഹോർമോൺസിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. പക്ഷേ ഈ കോശങ്ങളുടെ എണ്ണം കൂട്ടുക എന്ന പരിപാടി അവിടെ നടക്കുമ്പോൾ അതുമൂലം ആവശ്യമില്ലാത്ത ചില സാധനങ്ങളും അവിടെ ഉണ്ടാവാം. പലപ്പോഴും മാരടത്തിൽ നിരുപദ്രവകാരികളായിട്ടുള്ള ഫൈബ്രോ അഡിനോമ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നിരുപദ്രവകാരികളായിട്ടുള്ള കുറച്ച് സംഗതികളുണ്ട്. ഇങ്ങനെയുള്ള ചില സംഗതികൾ ഉള്ളത് കൊണ്ട് പലപ്പോഴും പെരിഫറികളിൽ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ പലപ്പോഴും പരിശോധിച്ച് പോലും നോക്കാതെ ചിലർ പറയും ഇത് കുഴപ്പമില്ല, ഇത് ഫൈബ്രോ അഡിനോമ, ഇത് കുഴപ്പമില്ല എന്ന് പറയും. രോഗി ആ വാക്കും കേട്ട് ആ വഴിക്ക് പോകും. പക്ഷേ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയോ മെഡിക്കൽ കോളേജുകളിലെ ടീച്ചിങ് അങ്ങനെയല്ല. നിങ്ങൾ തടവി നോക്കുക. നോക്കുമ്പോൾ സാധാരണ കൈകളിൽ നിന്ന് തെന്നി മാറും. നിരുപദ്രവകാരികളായ മുഴകളാണെങ്കിൽ തെന്നി മാറും, അത്ര കണ്ട് കട്ടി ഉണ്ടാവില്ല. ഇത് തെന്നി മാറാതെ അവിടെ തന്നെ ഏതാണ്ട് ഉറച്ചിരിക്കുന്നത് പോലെ കുറച്ചുകൂടെ കട്ടിയുണ്ട്, എന്നാൽ വേദന ഒട്ടുമില്ല. അപ്പോഴേ തന്നെ നോക്കുന്ന വൈദ്യന് മനസ്സിലാകും ഇത് പ്രശ്നമുള്ളതാണോ അല്ലയോ. പക്ഷെ അപ്പോഴൊരു അഭിപ്രായം പറയുകയില്ല. അതിന് പിന്നോടിയായിട്ട് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം. 35 വയസ്സിന് മുകളിലാണെങ്കിൽ മാമോഗ്രാഫി ചെയ്ത് നോക്കാം. എന്തായാലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു സൂചി അങ്ങോട്ടിടുക, അല്പം കോശങ്ങളെ വലിച്ചെടുത്ത് നോക്കുക, മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കുക. പ്രശ്നമുള്ളതാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇല്ല. എന്നാൽ ഇത്രയും ഈ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികൾ പലയിടത്തും കാണാറില്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടും. മാത്രമല്ല, മാസത്തിൽ ഒരിക്കലെങ്കിലും സെൽഫ് പാൽപേഷൻ, സ്വയം സ്തനപരിശോധന എങ്ങനെ ചെയ്യാം, എവിടെയൊക്കെ നോക്കണം, എന്ത് ചെയ്യണം. ഇന്ന് നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരിൽ, അതിൽ തന്നെ സ്ത്രീജനങ്ങളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുകയെ, എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്? ആർക്കും അറിയില്ല. കാരണം സാധാരണക്കാരുടെ ഇടയിൽ അവർ കൂട്ടം കൂടി ഇരിക്കുമ്പോഴത്തേക്ക് അവരുടെ സബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള വിഷയം എന്തായിരിക്കും? ടിപ്പിക്കൽ നമ്മൾ ഈ പറയുന്ന പോലെ കൊതി, നുണ, കുശുമ്പ്, പരദൂഷണം, അതുപോലുള്ള